ഷാമ്പു നമ്മൾ ഹെയർ ഗ്രോത്ത് ഷാമ്പുവാണ് ചെയ്യുന്നത്. അതിന് വേണ്ടി നമ്മൾ ചെമ്പരത്തിയുടെ വെള്ളം, നമ്മൾ ചെമ്പരത്തിയെ പൊടി നമ്മൾ ഒരു 900 ഗ്രാം വാട്ടറിൽ നമ്മളെടുത്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ചിരിക്കുകയാണ്. നമ്മളിതിനെ ഇനി ഡ്രെയിൻ ചെയ്തെടുക്കണം. അപ്പോൾ തിളപ്പിച്ചൊന്ന് ആറട്ടെ. അത് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് EGMS ആണ്. EGMS നമുക്കൊരു 2 ഗ്രാം വേണം. അപ്പോൾ അത് മെഷർ ചെയ്യണം. EGMS 2 ഗ്രാം എടുത്തിട്ടുണ്ട്. 2 to 3 ആയിട്ടുണ്ട്. നമുക്കത് 2 തന്നെ എടുക്കണം. കറക്റ്റ് 2 എടുക്കണേ. ഇപ്പം നമ്മൾ കറക്റ്റ് 2 ഗ്രാം എടുത്തിട്ടുണ്ട്. SCA നമുക്ക് എടുക്കാം. SCA നമുക്ക് 100 ഗ്രാമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിനെയും മെഷർ ചെയ്തെടുക്കാം. ഇത് രണ്ടായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇതിനകത്ത് SCA യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഗ്ലൗസും മാസ്കും യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കുഞ്ഞുങ്ങളൊന്നും അടുത്തുണ്ടാവരുത്. ഇത് ഫൈൻ പൗഡറാണ്. ചിലപ്പോൾ സഫോക്കേഷൻസ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ മാറ്റിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 100 വേണം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൈമറി സർഫെക്റ്റൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എടുത്തതിന് ഞാൻ ഇതിനകത്തോട്ട് മാറ്റിയിട്ട് 2 തവണയായിട്ട് എടുത്തത്. പാത്രം ചെറുതായിട്ട് മാസ്ക് പ്രത്യേകം യൂസ് ചെയ്യാൻ മറക്കരുത്. ഇനി എടുത്തത് EGMS നമുക്ക് 2 ഗ്രാമാണ് വേണ്ടത്. അതെടുക്കുക. ഓക്കെ, ഈ EGMS ഒരു ഫ്ലേക്കിയാണ്. ഇതാണ് നമുക്കൊരു പേളി എഫക്റ്റ് തരുന്നത് EGMS ആണ്. അപ്പോൾ അതും എടുക്കാം. 20 ml ഗ്രാം നമ്മൾ മെഷർ ചെയ്ത് കറക്റ്റായിട്ട് എടുക്കും. ഇതാണ് നമുക്ക് പേളി. നമ്മൾ 1000 അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ. 100 നമുക്ക് 2 മതി. അപ്പം അത്രയും മെഷർ ചെയ്തെടുക്കും. ഇത് കോസ്മെറ്റിക് ഫോർമുലേഷനാണ്. അപ്പോൾ നിങ്ങളത് നോക്കിയേ ചെയ്യാവുള്ളൂ. അപ്പോൾ PG നമുക്ക് 2.5, കാരണം ഇത് നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ബൾക്ക് ഓർഡറാണ്. അപ്പോൾ 2.5 എടുക്കുക. ഇനി നമുക്കുള്ളത് പ്രൈമറി സർഫെക്റ്റൻ്റ് നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തേക്കൊണ്ട് ഇതിനെ സർഫെക്റ്റൻ്റാണ് നമുക്കിനി വേണ്ടത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? എല്ലാ എക്യുപ്മെൻറ്റ്സും സ്റ്റെറൈലായിരിക്കണം, അത് ഓർക്കുക. ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ CABP ആണ്. ഇതിൻ്റെ ഫോം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് CABP. ഇത് നമുക്ക് 150 വേണം. അപ്പോൾ നമുക്ക് CABP ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 150 എടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യണം, കാരണം എല്ലാം കൂടെ SCA ആണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഇത്തിരി ഫ്ലേക്കി ആയിട്ടൊക്കെ ഇങ്ങനെ കട്ടൊക്കെ കിടക്കും. അതൊന്നും കാര്യമാക്കണ്ട. ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ മെൽറ്റ് ആയിക്കോളും. ഇനി നമുക്ക് നമ്മുടെ EGMS PG ആഡ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിലും ഒരുമിപ്പിക്കുക. ഇങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് ഇരിക്കുന്നത്. ഇത് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിലോട്ട് ഇത് മാറും. ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് നമ്മുടെ ഹെർബൽ ആ ഒരു ടീയും കൂടി ഇതിനകത്തോട്ട് ഒഴിക്കണം. എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സാക്കി ഇനി ഇത് കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡബിൾ ബോയിൽ ആകുമ്പോൾ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഡബിൾ ബോയിലിൽ വെക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇപ്പോൾ മെൽറ്റ് ആവുന്നിടം വരെ ഞാനപ്പം ഈ ഒരു നമ്മുടെ ഒരു പാത്രം ഞാനെടുക്കുന്ന ഗ്ലാസ് ബൗൾ ഇതിനകത്ത് കൊള്ളുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനിതിനെ മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതായതിനു ശേഷം കൂൾ ഡൗൺ ആയതിനു ശേഷം നമ്മളുടെ അടുത്ത ഫേസ് C ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഫേസ് A ആണ് നമ്മുടെ ഹെർബൽ വാട്ടർ, നമ്മൾ എടുത്തിരിക്കുന്ന വാട്ടർ. പിന്നെ എടുത്തിരിക്കുന്ന ഫേസ് Bയിലുള്ളതാണ് നമ്മുടെ മറ്റേ സർഫെക്റ്റൻസും കാര്യങ്ങളെല്ലാം ഫേസ് Bയിലാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ടൈമിൽ നിങ്ങൾക്ക് സാന്തംഗം ആഡ് ചെയ്യുകയാണെങ്കിൽ ഗ്ലിസറിൽ മിക്സ് ചെയ്ത് സാന്തംഗമോ ഗുവാർഗമോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഗ്ലിസറിനകത്ത് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ തിക്നെസ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ അത് ആഡ് ചെയ്തും ചെയ്യാം, ആഡ് ചെയ്യാതെയും നമുക്ക് ചെയ്യാം. അപ്പോൾ PG ഇട്ടേക്കുന്നുണ്ട്, ഓൾറെഡി തിക്നെസ് കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അത് ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കംപ്ലീറ്റ് ആ EGMSഉം PG ഒക്കെ അതിൻ്റെ ഒരു ആ ഫ്ലേക്കി അപ്പിയറൻസ് ഒക്കെ പോകുന്നിടം വരെ, അതൊന്ന് മെൽറ്റായി വരുന്നിടം വരെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുക. അതിനുശേഷം കൂൾ ഫേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അത് ആറിയതിനു ശേഷം, കൂളായതിനു ശേഷം മാത്രമേ നമ്മുടെ ഫേസ് ഇടാവുള്ളൂ. അത് ഹെയർ സെൻസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇപ്പം ഞാനത് സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ട് ഞാനിതിനെ ഒന്ന് കൂൾ ഡൗൺ ആകാൻ വേണ്ടി വെക്കുകയാണ്. കൂൾ ഡൗൺ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കണ്ടില്ലേ, നമ്മുടെ പ്രോഡക്റ്റ് നല്ല തിക്കായിട്ടുണ്ട്. അത്യാവശ്യം തിക്കായിട്ടുണ്ട്. കാരണം ഇതിലും കൂടുതൽ തിക്കായി നമുക്ക് ഷാമ്പു കയ്യിലെടുക്കാൻ പാടാണ്. ഫേസ് വാഷ് പോലെയല്ല. അപ്പോൾ ഇത് മതി. നല്ല കളറും കിട്ടിയിട്ടുണ്ട്. പിന്നെ കണ്ടില്ലേ, കളറെന്ന് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റൻസി ഒക്കെയാണ്. ഇത് ഹിബിസ്കസിൻ്റെ ചെമ്പരത്തിയുടെ കളറാണ്. പിന്നെ നമുക്കിത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കൂൾ ഫേസ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനാണ്. അപ്പോൾ ഇനി നമുക്ക് കൂൾ ഫേസ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. ഇത് ഹെയർ ഗ്രോത്ത് ഷാമ്പു ആയതുകൊണ്ട് നമ്മൾ നീം എക്സ്ട്രാക്ട് ചേർക്കുന്നുണ്ട്. 2-3 എക്സ്ട്രാക്ട് ഞാൻ ചേർക്കുന്നുണ്ട്. എക്സ്ട്രാക്ട്സിൽ ഒരുപാട് ചേർക്കരുത്. 1 ml കൂടുതൽ നമ്മൾ ഒരു എക്സ്ട്രാക്റ്റും ചേർക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഗുണങ്ങൾ കിട്ടിയാൽ മതി. പിന്നെ 1 ml ചെമ്പരത്തിയുടെ എക്സ്ട്രാക്ട് ചേർക്കുന്നുണ്ട്. ഇനി ആഡ് ചെയ്യുന്നത് ഭൃംഗരാജിൻ്റെ എക്സ്ട്രാക്റ്റാണ്. ഭൃംഗരാജ് ഒരു 1 ml. അപ്പോൾ അത്രയും ഗുണങ്ങളാണ് നമ്മുടെ മുടിക്ക് കിട്ടുന്നത്. ഇനി എസൻഷ്യൽ ഓയിൽ നമുക്കൊരു
6 to 7 ഡ്രോപ്സ് എടുക്കാം. ഞാൻ നീമിൻ്റെ എസൻഷ്യൽ ഓയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ടീ ട്രീ എസൻഷ്യൽ ഓയിലാണ്. അപ്പോൾ അതും ഒരു 2-3 ഡ്രോപ്സ് നമുക്ക് ഒഴിക്കാം. എസൻഷ്യൽ ഓയിൽ പ്യുവർ ആണെന്ന് അറിയാമല്ലോ. ഒരു 1 ml റൈസ് ബ്രാൻ ഓയിൽ ഒഴിക്കുന്നത് മുടി ഷൈനി ആയിട്ട് കിടക്കാനായിട്ട് ഒരു 1 ml ഓയിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇതിനകത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പോളികോട്രിയം ആണ് 7 ആണ് ഞാൻ ഇടുന്നത്. അതൊരു 5 ml 1% ആണ് ഇടുന്നത്. ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. മുടി നല്ല ഫ്രഷി ആയിട്ടും നല്ല ഷൈനിങ്ങോടെ കൊടുക്കാനും ഇത് ഭയങ്കര തിക്ക് സൊല്യൂഷനാണ്. നമുക്ക് അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് പ്രിസർവേറ്റീവ്സ് ആണുള്ളത്. അതും നമുക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ തന്നെ ഈ സ്റ്റേജിലാണ് നമ്മളിതെല്ലാം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷാമ്പു അപ്പോൾ അത്രയും ബെനിഫിറ്റുള്ള ഷാമ്പു ആണ്. മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സിങ്ങാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ പ്രിസർവേറ്റീവ് ആണ് ഇടുന്നത്. പ്രിസർവേറ്റീവ് നമുക്ക് എത്ര വേണം? ഒരു 1% വെച്ച് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 10 വരണം. ഇത് ഫിനോക്സിയഥനോളാണ്. നമുക്ക് സോഡിയം ബെൻസോയേറ്റും കൂടെ വേണം, കാരണം നമുക്ക് ലോങ് ലാസ്റ്റിംഗ് വേണ്ടേ. അപ്പോൾ സോഡിയം ബെൻസോയേറ്റ് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഫിനോക്സി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സോഡിയം ബെൻസോയേറ്റ് 2 ഗ്രാമാണ് വേണ്ടത്. ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിനോക്സിയഥനോള് സോഡിയം ബെൻസോയേറ്റ് നമ്മളിതിനകത്ത് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് മിക്സ് ആവാം. നമ്മുടെ ഷെൽഫ് ലൈഫ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ 2 എണ്ണം ചേർക്കുന്നത്. ബട്ട് ഇതെല്ലാം സ്കിൻ സേഫ് ആയിട്ടുള്ളതാണ്. അത് മൈൽഡാണ്. നമുക്കധികം എന്താ പറയേണ്ടത്, പ്രിസർവേറ്റീവ്സിൻ്റെ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ നമ്മുടെ പ്രോഡക്റ്റ് തിക്കായിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ് ഇങ്ങനെ വരണം നമ്മുടെ കൺസിസ്റ്റൻസി. ഞാൻ ചേർക്കുന്നത് ലാങ്ങിൻ്റെ ഫ്രാഗ്രൻസ് ആണ്. അത് നിങ്ങൾക്ക് എത്ര വേണമെന്നോ അതനുസരിച്ച്. സ്മെല്ല് ഒരുപാട് ചേർക്കാൻ ഷാമ്പൂരാണ് ചില ആൾക്കാർക്ക് സ്മെല്ല് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുണ്ട്, നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഞാനൊരു ഇത്തിരി കളറും കൂടെ കൊടുക്കുന്നുണ്ട്. 2-3 ഡ്രോപ്സ് കളർ ആഡ് ചെയ്തു. ഇനി നമുക്കുള്ളത് pH ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനൊരു മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 2 ml ആണ് എടുക്കേണ്ടത്. 8 ml വാട്ടറിൽ. ഓക്കെ, നിങ്ങൾ എന്തെടുത്താലും അത് സ്റ്റെറൈൽ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് 8 ml ഓഫ് വാട്ടർ ഒഴിക്കാം. ഓക്കെ, ഡിസ്റ്റിൽ വാട്ടർ തന്നെ ഒഴിക്കണം, മറക്കരുത്. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ബേസ് വെച്ച് ചെയ്യുമ്പം അധികം കഷ്ടപ്പാടൊന്നുമില്ല. ബട്ട് ഇത് നല്ല കഷ്ടപ്പാടുള്ളതാണ്. അപ്പോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും കൂടെ പറ്റും. ഇനി നമുക്ക് pH സ്ട്രിപ്പ് വെക്കാം. ഇതറിയാമല്ലോ, ഇതാണ് pHൻ്റെ സ്ട്രിപ്പ്. ഇതിൻ്റെ മോണിറ്ററും നമ്മളിങ്ങനെ പ്രസ് ചെയ്യുക. ഒരു 2 to 3 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് ഒന്ന് കുടഞ്ഞ് നമ്മളിതുമായിട്ട് കമ്പയർ ചെയ്യുക. സോ ഇത് പെർഫെക്റ്റ് 5 to 6 ഉള്ളൂ. കണ്ടോ? സോ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ഒരു മോഡിഫിക്കേഷനും ഒരു ചേഞ്ചസും നമുക്കതിനകത്ത് വരുത്തേണ്ട. ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. മുടിക്കൊക്കെ ഒരു പ്രശ്നവും വരില്ല. pH is okay. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടെയ്നറിലോട്ട് മാറ്റണം. അപ്പം നമുക്കിപ്പം ഇച്ചിരി നേരം ഇതൊന്ന് സെറ്റായിട്ട് ഞാൻ കണ്ടെയ്നറിൽ വയ്ക്കും. നമുക്കിത് തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കാം. അപ്പം ഇത്രയും സാധനം ആഡ് ചെയ്യുന്ന ഈ ഷാമ്പൂവിന് എന്ത് ഗുണമായിരിക്കും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ ഓർമ്മിക്കാം. ഓക്കെ, ഇത് 1 kg ആണ്. ഇതേ മെഷർമെൻറ്റ് തന്നെ ചെയ്യുക. ഇതുപോലെ ആർക്കെങ്കിലും ചെയ്തെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് പോണേ. എന്നാലേ മുന്നോട്ട് പുതിയ വീഡിയോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ നമുക്ക് പറ്റുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.